ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. സുരാസുരാണാമുദധിം മഥ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭോ. സുരാസുരാണാമുദധിം, സുര അസുരാണാം ഉദധിം, സുരാസുരാണാം ഉദധിം. സുരാസുരാണാം, സുരന്മാരും അസുരന്മാരും, ദേവന്മാരുടെയും അസുരന്മാരുടെയും, ഉദധിം എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ, മഥ്നതാം മഥനം ചെയ്യുന്നതിന്, മന്ദരാചലം മന്ദരപർവ്വതത്തെ, ദധ്രേ ധരിച്ചു, എന്ത്, കമഠരൂപേണ ആമയായിട്ട്, വളരെ കട്ടിയുള്ള പുറന്തോടോടു കൂടിയ ആമയായിട്ട്, ആമയുടെ രൂപത്തെ ഭഗവാനെ അവിടുന്ന് ധരിച്ചുവല്ലോ. പൃഷ്ഠ ഏകാദശേ വിഭോ. പൃഷ്ഠ എന്ന് പറഞ്ഞാൽ തൻ്റെ പൃഷ്ഠത്തിൽ ധരിച്ചു ഭഗവാൻ. ആ ആമയായിട്ട് വന്ന ഭഗവാൻ തൻ്റെ പൃഷ്ഠത്തിൽ ധരിച്ചുവല്ലോ. ഏകാദശേ വിഭോ. ഏകാദശേ എന്ന് പറഞ്ഞാൽ 11-ാമത്തേതായിട്ട്. അപ്പോൾ 11-ാമത്തെ അവതാരം, 10-ാമത്തേത് മത്സ്യാവതാരം, 11-ാമത്തേത് കൂർമാവതാരമായിട്ട് ഭഗവാനെ അവിടുന്ന് വന്നുവല്ലോ. ദേവന്മാരും അസുരന്മാരും കൂടി സമുദ്രമഥനം ചെയ്തപ്പോൾ കടകോലാക്കി കൽപ്പിച്ചിരുന്ന ആ മന്ദരപർവ്വതം പെട്ടെന്ന് സമുദ്രത്തിൽ അങ്ങനെ താണുപോയി. അത് താണുപോയി കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് മഥനം ചെയ്യുക എന്ന് സങ്കടപ്പെട്ട് നിന്നിരുന്ന ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ സങ്കടത്തെ തീർക്കുന്നതിനായിട്ട് ഭഗവാൻ സ്വയം എന്തു ചെയ്തു? അപ്പോൾ ഈ കടകോലിനെ, മന്ദരപർവ്വതത്തെ ഉയർത്തണമെങ്കിൽ അത്രയും ശക്തിയുള്ള, താങ്ങാൻ കെൽപ്പുള്ളതായിട്ടുള്ള ഒന്നാവണം ഉണ്ടാവേണ്ട. അതുകൊണ്ട് തന്നെ വളരെ കട്ടിയുള്ള ഒരു പുറന്തോട് ഉള്ള ആമയായിട്ട് ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് തൻ്റെ പൃഷ്ഠഭാഗത്തിൽ ആ മന്ദരപർവ്വതത്തെ ധരിച്ച് അതിനെ അങ്ങനെ ഉറപ്പിച്ചു നിർത്തി. നോക്കൂ, എത്രയോ യോജന വലിപ്പമുണ്ടാവണം അപ്പോൾ ആ കൂർമാവതാരത്തിന് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പൃഷ്ഠഭാഗത്തിൽ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി, ഉറപ്പിച്ചു നിർത്തി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു രൂപമായിട്ട്, വലിപ്പം കൊണ്ട് വളരെയേറെ വിസ്താരമുള്ളതായ ഒരു ആമയായിട്ട് ഭഗവാൻ 11-ാമതായി അവതരിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സുരാസുരാണാമുദധിം മഥ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭോ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടെ വളരെ എളുപ്പമുള്ള വാക്കുകളാണെല്ലാം. വിഭു എന്നുള്ളിടത്ത് വിസർഗമുണ്ട്, അത് പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സുരാസുരാണാം ഉദധിം, ഉദധിമാണ് മായുടെ ഉകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 17-ാമത്തെ ശ്ലോകമാണ്. ധാൻവന്തരം ദ്വാദശമം ത്രയോദശമമേവ ച ആപായയത് സുരാനന്യാൻ മോഹിന്യാമോഹയൻ സ്ത്രിയാം. ധാൻവന്തരം ദ്വാദശമം. ധാൻവന്തരം ധന്വന്തരി മൂർത്തി, ദ്വാദശമം 12-ാമത്തേതായിട്ടുള്ള ധന്വന്തരി മൂർത്തിയുടെ അവതാരം. ത്രയോദശമമേവ ച, ത്രയോദശമം ഏവ ച. ത്രയോദശമം എന്ന് പറഞ്ഞാൽ 13, ദശം 10. ത്രയോദശമം, ദശമം 10-ാമത്തേത്, ത്രയോദശമം 13-ാമത്തേതായിട്ട് ഭഗവാൻ അപായയത് സുരാനന്യാൻ മോഹിന്യാമോഹയൻ സ്ത്രിയാ.
അപായയത് സുരാനന്യാൻ മോഹിന്യ. ഇവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. അപായയത് സുരാൻ അന്യാൻ മോഹിന്യ. ഇങ്ങനെ 4 വാക്കുകൾ. അപായയത് സുരാന് അന്യാൻ മോഹിന്യ 4 വാക്കുകളാണ് അവിടെ വരുന്നത്. അപായയത് എന്ന് പറഞ്ഞാൽ പാനം ചെയ്യിപ്പിച്ചു. സുരാൻ അതായത് അവരെ കൊണ്ടത് കഴിപ്പിച്ചു, ഭുജിപ്പിച്ചു, കുടിപ്പിച്ചു. സുരാൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ കൊണ്ട് ഭുജിപ്പിച്ചു, പാനം ചെയ്യിപ്പിച്ചു. അന്യാൻ മോഹിന്യ. അന്യാൻ എന്ന് പറഞ്ഞാൽ അന്യരെ, അതായത് ദേവന്മാരല്ലാത്തവരെ, അസുരന്മാരെ. മോഹിന്യ മോഹയൻ. മോഹിന്യ എന്ന് പറഞ്ഞാൽ മോഹിനി രൂപത്തിൽ. ഇവിടെ മോഹിനി എന്ന പേരായിട്ടും പറയാറുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ആചാര്യന്മാർ മോഹിനി എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തിൽ വന്ന് മോഹയൻ മോഹിപ്പിച്ചു. അപ്പോൾ സുരന്മാരല്ലാത്തവരെ, ദേവന്മാരല്ലാത്തവരെയൊക്കെ ആ മോഹിനി വേഷത്തിൽ വന്ന് അതിസുന്ദരിയായിട്ടുള്ള ഒരു രൂപം, സ്ത്രീ രൂപം കൈക്കൊണ്ടുകൊണ്ട് വന്ന സ്ത്രീജിതന്മാരായിട്ടുള്ള അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് അന്ന് ആ പാൽക്കടൽ കടഞ്ഞെടുത്ത അമൃതം മുഴുവൻ, അമൃതമൊക്കെ ദേവന്മാരെ അങ്ങ് ഭുജിപ്പിച്ചുവല്ലോ. അങ്ങനെയുള്ള ആ മോഹിനി വേഷമാണ് ഭഗവാനെ അവിടുത്തെ ത്രയോദശമം 13ാമത്തേതായിട്ട് അവിടുന്ന് കൈക്കൊണ്ട രൂപം. മോഹയൻ സ്ത്രീയ എന്നാ പറഞ്ഞ, സ്ത്രീ രൂപത്തിൽ വന്ന് മോഹിപ്പിച്ചു. നോക്കൂ, അവിടെ ഭഗവാന് ഏതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങളാണ് എടുക്കുന്നത്. മത്സ്യമായാലും കൂർമ്മമായാലും. അതിനുശേഷം ധന്വന്തരി മൂർത്തിയായിട്ട് ഈ പാലാഴി മഥന സമയത്ത് ഭഗവാനെ അതിൽ നിന്നും പൊങ്ങി വന്നതും ഭഗവാൻ തന്നെയാണ്. അതേ ധന്വന്തരി മൂർത്തി തന്നെയാണ്, അതേ ഭഗവാൻ തന്നെയാണ്. പിന്നീട് ഉയർന്നു വന്ന ആ പാലാഴി കടഞ്ഞപ്പോൾ പൊങ്ങി വന്ന അമൃതത്തെ വേണ്ടവരിലേക്ക് മാത്രം എത്തിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി, അരുതാത്തവരിലേക്ക് അത് എത്തിയാൽ ലോകത്തിന് വിനാശകരമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസുരന്മാരെ ഒരു സ്ത്രീ വേഷത്തിൽ, അതിസുന്ദരിയായിട്ടുള്ള മോഹിനിയായിട്ടുള്ള ഒരു വേഷത്തിൽ വന്ന്, മോഹിനി എന്ന പേരോടുകൂടിയ സ്ത്രീ വേഷത്തിൽ വന്ന്, രണ്ടായാലും ശരിയാണ്. മോഹിനി എന്ന് പറയുന്നത് തന്നെ സുന്ദരീഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിസുന്ദരിയായ ഒരു സ്ത്രീവേഷം എടുത്ത് വന്ന് മോഹിപ്പിച്ചിട്ട് അമൃത ദേവന്മാരെ കൊണ്ട് അങ്ങ് പാനം ചെയ്യിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ ശ്ലോകത്തിൽ 2 അവതാരങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ധന്വന്തരി മൂർത്തിയായിട്ടും മോഹിനി അവതാരത്തെയും പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധാന്വന്തരം 12 ത്രയോദശമമേവ ച അപായയത് സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്രയോദശമമേവ, ത്രയോദശമം ഏവ ആണ് പദം പിരിക്കേണ്ട. മായടേകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ അപായയത് സുരാനന്യാൻ മോഹിന്യ. അവിടെ ചില ഗ്രന്ഥങ്ങളിൽ അപായയത് സുരാനന്യാൻ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതേസമയം ചില ഗ്രന്ഥങ്ങളിൽ അത് അത്രയും കൂടി ചേർത്ത് ഒരൊറ്റ സമസ്ത പദമായിട്ടാവും കൊടുത്തിരിക്കുന്നത്. അപായയത് സുരാനന്യാൻ മോഹിന്യ. അങ്ങനെ വന്നാൽ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കാം. കഴിയുന്നതും ആ സമസ്ത പദം പിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപായയത് സുരാനന്യാൻ മോഹിന്യ അങ്ങനെ തന്നെ വായിക്കുന്നതാവും കൂടുതൽ നല്ലത്. എന്നാലും ചില ഗ്രന്ഥങ്ങളിൽ ചിലർക്കത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ചില ഗ്രന്ഥങ്ങളിൽ പദം അങ്ങനെ പിരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. അപായയത് സുരാനന്യാൻ മോഹിന്യ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ വായിക്കാം.
ഇനി അവിടെയും സുരാനന്യാൻ അവിടെ വരുന്നിടത്ത് സുരാൻ അന്യാനാണ് നായുടെ അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാരകരജൈർവക്ഷ്യസ്യേരകം കടകൃദ്യഥാ. ചതുർദശം നാരസിംഹം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ 2 അവതാരങ്ങൾ പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ വരുമ്പോൾ 14ാമത്തെ അവതാരം ചതുർദശം, 14ാമത്തേത് നാരസിംഹം. നരസിംഹ രൂപത്തെയാണ് ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ചത്. ബിഭ്രദൈത്യേന്ദ്രമൂർജിതം. ബിഭ്രത ദൈത്യേന്ദ്രം ഊർജിതം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ബിഭ്രദൈത്യേന്ദ്രമൂർജിതം. ബിഭ്രത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കീഴടക്കുക, ഭരിക്കുക എന്നൊക്കെ പറയാം. ഊർജിതം ദൈത്യേന്ദ്രം. ഊർജിതം എന്ന് പറഞ്ഞാൽ മഹാബലവാനായിട്ടുള്ള ശക്തിശാലിയായിട്ടുള്ള ദൈത്യേന്ദ്രം. ദൈത്യന്മാരുടെ രാജാവായിട്ടുള്ള അസുരന്മാരുടെ രാജാവായിട്ടുള്ള ആ ഹിരണ്യകശിപുവിനെ അവിടുന്ന്, ആ ഹിരണ്യകശിപുവാകട്ടെ മഹാബലവാനായിരുന്നു, നിസ്സാരക്കാരനായിരുന്നില്ല. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് താൻ കീഴ്പ്പെടുത്തിയിട്ട്, ആ നരസിംഹാവതാരം എടുത്ത് വന്ന് കീഴ്പ്പെടുത്തിയിട്ട്, കാരണം അവിടെ രണ്ടുപേരും തമ്മിൽ ഘോരമായ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റ് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഹിരണ്യകശിപുവിനെ കീഴ്പ്പെടുത്തിയത്. എന്നിട്ട് ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃദ്യഥ. ദദാര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീറുക, രണ്ടായിട്ട് അങ്ങോട്ട് കീറി. കരജൈർവക്ഷസ്യേരകാം. കരജൈഹി വക്ഷസി ഏരകാം. ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. കരജൈ എന്ന് പറഞ്ഞാൽ തൻ്റെ കൈനഖങ്ങൾ കൊണ്ട്, വക്ഷസി മാറിടത്തെ, ഏരകാം എന്ന് പറഞ്ഞാൽ ഏരകം എന്ന പുല്ലിനെ, കടകൃദ്യഥ. കടകൃത് യഥ. യഥ എന്നാൽ എപ്രകാരമാണോ. അപ്പോൾ ഒരു പുല്ലിനെ എപ്രകാരമാണോ രണ്ടായിട്ടിങ്ങനെ കീറുന്നത്, ആര്? കടകൃത്. അതായത് ഈ പായയൊക്കെ ഉണ്ടാക്കാനായിട്ട് പായ ഉണ്ടാക്കുന്ന ആൾ എപ്രകാരമാണോ ഈ ഏരകപ്പുല്ലിനെ ഇങ്ങനെ കീറുന്നത്, ആ ഒരു ലാഘവത്തോടുകൂടി മഹാബലവാനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാര രൂപം സ്വീകരിച്ച് അങ്ങ് 14ാമത്തെ അവതാരം എടുത്തു വന്ന് ആ ഹിരണ്യകശിപുവിനെ കീഴ്പ്പെടുത്തി തൻ്റെ മടിത്തട്ടിൽ കിടത്തിയിട്ട് ആ മാറിടത്തെ, ആ മഹാബലവാനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ മാറിടത്തെ തൻ്റെ കൈനഖങ്ങൾ കൊണ്ട് ഇത്ര എളുപ്പം വലിച്ചു കീറി, ഇത്ര നിസ്സാരമായി വലിച്ചു കീറി. എപ്രകാരമാണോ പായ ഉണ്ടാക്കുന്ന ഒരാൾ പായ ഉണ്ടാക്കാൻ വേണ്ടി ഏരകപ്പുല്ലുകൾ അങ്ങനെ രണ്ടായിട്ട് വലിച്ചു കീറുന്നത്, അതേപോലെ ഭഗവാനെ അവിടുന്ന് വലിച്ചു കീറിയല്ലോ. മഹാബലവാനെന്ന് തന്നെയല്ല, അസുരന്മാരുടെ രാജാവും കൂടിയായിരുന്നു, ചക്രവർത്തിയായിരുന്നു ഹിരണ്യകശിപു. പക്ഷെ ആ ബലമൊക്കെയും ഭഗവാന്റെ മുൻപിൽ എത്ര നിസ്സാരമാണെന്ന് കാണിക്കുകയാണ്. അതായത് ജന്മം എടുത്തു കഴിയുമ്പോൾ നേടുന്ന സ്ഥാനമാനങ്ങളും പണവും പ്രതാപവും ഒക്കെയും നമ്മുടെയൊക്കെ നേട്ടമാണ്, അവയൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് കരുതി എന്ത് അധർമ്മവും പ്രവർത്തിക്കാൻ മടിക്കാതെ നടക്കുമ്പോൾ കർമ്മം എന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റുപറയുന്ന ഒരു വാക്കാണത്, കർമ്മ. ആ കർമ്മം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കാലം വരും. ഇവിടെ ആ ഹിരണ്യകശിപു ഇത്ര ബലവാനായിരുന്നു, പക്ഷേ ഭഗവാന്റെ ബലത്തിനു മുൻപിൽ, അതായത് ഹിരണ്യകശിപുവിൻ്റെ ബലം കൊണ്ട് എന്തെല്ലാം അധർമ്മങ്ങൾ കാണിച്ചു, ആ അധർമ്മങ്ങൾക്കെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാനെ അവിടുന്ന് മറുപടി കൊടുത്തുവല്ലോ. അവിടുത്തെ മടിയിൽ ഒരു ഏരകപ്പുല്ലിനെ കീറുന്ന ലാഘവത്തിൽ ആ മാറിടം പിളർന്ന് ചോര അങ്ങനെ കുടിക്കുമ്പോൾ ഹിരണ്യകശിപു അറിയുകയായിരുന്നു,
അത്ര കാലവും താൻ മതിച്ചു നടന്നിരുന്നത് തൻ്റെ ഒരു അബദ്ധമായ മോഹവലയത്തിൽപ്പെട്ടായിരുന്നുവല്ലോ. താൻ എത്ര നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടകൃദ്യഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബിഭ്രദൈത്യേന്ദ്രമൂർജിതം. അവിടെ ബിഭ്രദൈത്യേന്ദ്രം ദാ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ദൈത്യേന്ദ്രം ഊർജിതമാണ്, പദം പിരിക്കേണ്ട മായുടെ ഉകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ കരജൈർ വക്ഷസ്യേരകാം, വക്ഷസി ഏരകമാണ്, പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ വക്ഷസ്യേരകാം, യകാരം ശ്രദ്ധിക്കുക. അടുത്തത് കടകൃദ്യഥ. കടകൃത യഥ ആണ്, അവിടെ പദം പിരിക്കേണ്ട, ദ്യ എന്ന അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. കടകൃദ്യഥ, യഥ ആണ് അവിടെ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.